ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വായ തുറന്നുറങ്ങുന്നതിനെ പറ്റിയും വായിലൂടെ ശ്വസിക്കുന്നതിനെ പറ്റിയുമാണ്. പലരും ഇത് ഒരു നിസ്സാരമായി കാണാറുണ്ട്. പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ കുഴപ്പമില്ല എന്ന് തോന്നും. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് നമ്മുടെ ആരോഗ്യത്തെ പൂർണ്ണമായും അഫക്റ്റ് ചെയ്യും. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യം നമുക്കുണ്ടാകാൻ പോകുന്ന ബുദ്ധിമുട്ട് നമ്മുടെ ഉറക്കത്തെ ആയിരിക്കും. അതായത് ഈ വായിലൂടെ ശ്വസിക്കുന്നവർക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടാൻ സാധ്യത കുറവാണ്. അവർക്ക് കൂർക്കം വലി കാണും, ഇടയ്ക്കിടയ്ക്ക് രാത്രി എണീക്കും, സ്ലീപ്പ് ക്വാളിറ്റി കുറവായിരിക്കും, നല്ലോണം ഉറങ്ങാൻ പറ്റില്ല, പകൽ സമയത്ത് ഭയങ്കര ടയേർഡായിരിക്കും, എനർജി കുറവായിരിക്കും. സിവിയർ കേസിൽ സ്ലീപ്പ് അപ്നിയ വരെ സംഭവിക്കും. അതായത് നമ്മുടെ സ്ലീപ്പിങ്ങിനിടയ്ക്ക് ബ്രീത്തിങ് സ്റ്റോപ്പ് ആവുന്ന ഒരു അവസ്ഥ, അങ്ങനെ ചാടി എണീക്കുകയൊക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ വരും. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ തലച്ചോറിനെ എഫക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ ആവശ്യത്തിന് ഓക്സിജൻ നമ്മുടെ തലച്ചോറിലെത്താത്ത കാരണം നമ്മുടെ തലച്ചോറിനെ അത് അഫക്റ്റ് ചെയ്യും. അത് നമ്മുടെ കോൺസെൻട്രേഷനെ കുറയ്ക്കും, നമ്മുടെ മെമ്മറി കുറയ്ക്കും, പിന്നെ ഭയങ്കര അസ്വസ്ഥമായിരിക്കും നമ്മൾ, പിന്നെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുന്നതിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇത് പൊതുവെ കാണാറുള്ളത് കുട്ടികളിലാണ്. പിന്നെ സീരിയസ് ആയിട്ടുള്ള ഡെൻ്റൽ ഡാമേജ്, പല്ലിനുണ്ടാവുന്ന ഡാമേജുകൾ, ഡ്രൈ മൗത്ത്, പിന്നെ കൂടുതൽ ക്യാവിറ്റീസ്. കാരണം ഡ്രൈ മൗത്ത് വരാൻ കാരണം ഹ്യൂമിഡിഫിക്കേഷൻ നടക്കുന്നില്ല. വായിൽ കൂടെ ശ്വസിക്കുമ്പോൾ ഹ്യൂമിഡിഫിക്കേഷൻ നടക്കാത്തതുകൊണ്ട് ഡ്രൈ എയർ ആണ് ഉള്ളിലേക്ക് വരുന്നത്. പിന്നെ ഒരുപാട് പോടുകളുണ്ടാവും, വായുനാറ്റം ഉണ്ടാകും, അതേപോലെ മോണരോഗം ഉണ്ടാവും, സലൈവയുടെ ഡ്രൈനസ് കാരണം പ്ലാക്ക് ബിൽഡപ്പ് ഉണ്ടാവും. അങ്ങോട്ട് പോകുന്തോറും പല പല ദന്ത പ്രശ്നങ്ങൾ ഇതുണ്ടാക്കും. പിന്നെ മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ അത് മുഖത്തെയും താടിയെല്ലിനെയും ബാധിക്കും. ഇതും കുട്ടികളിലാണ് പ്രധാനമായിട്ട് കാണാനുള്ളത്. അതായത് ക്രോണിക് മൗത്ത് ബ്രീത്തിങ്, സ്ഥിരം മൗത്ത് ബ്രീത്തിങ് ചെയ്യുന്നവരിൽ മുഖത്തിൻ്റെ നീളം കൂടുന്നതായിട്ട് കാണും. ലോങ് ഫേസ് അപ്പിയറൻസ് ആയിരിക്കും, അവരുടെ മുഖത്തിന് നീളം കൂടുതലായിരിക്കും, മുകളിലെ താടിയിൽ നാരോ ആയിരിക്കും, അവരുടെ വായ എപ്പോഴും ഇങ്ങനെ തുറന്നിരിക്കുന്ന ഒരു പോസ്ചർ ആയിരിക്കും, താടി ഭയങ്കര വീക്കായിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നവർ. പിന്നെ ഈ മോണ കാണിച്ച് ഗമ്മി സ്മൈലല്ലേ, മോണ നല്ലപോലെ ചിരിക്കുമ്പോൾ മോണ നല്ലപോലെ കാണുന്ന ഒരു അവസ്ഥ വരും. ഇത് നേരത്തെ ചികിത്സിച്ചില്ലെങ്കിൽ ഇതൊരു പെർമനൻ്റ് ആയിട്ട് മാറും. പിന്നെ മറ്റൊന്ന് വെച്ചാൽ എയർവേ ആൻഡ് ത്രോട്ട് പ്രോബ്ലംസ് ആണ്. അതായത് നമ്മൾ ശ്വാസകോശത്തിൻ്റെ, നമ്മളെപ്പോഴും വായിൽ കൂടെ ശ്വസിക്കുന്നതുകൊണ്ട് മൂക്കിലൂടെയുള്ള ഫിൽട്രേഷൻ നടക്കുന്നില്ല. തൊണ്ടവേദന, തൊണ്ടയ്ക്ക് ഇഷ്യൂ, തൊണ്ടയ്ക്ക് ഇൻഫെക്ഷൻ, സോർ ത്രോട്ട്, ഡ്രൈ ത്രോട്ട്, പിന്നെ കൂടി ഇൻഫെക്ഷൻസ്, നേരത്തെ പറഞ്ഞ ഇൻഫെക്ഷൻ ഉണ്ടാകാം, ശ്വസന പ്രക്രിയയുടെ എഫിഷ്യൻസി കുറയും. പിന്നെ ബോഡി പോസ്ചർ മാറും. വായിൽ കൂടെ ശ്വസിക്കുമ്പോൾ നമ്മളത് വായിൽ അല്ലെങ്കിൽ പല്ലിൽ മാത്രം പ്രശ്നമുണ്ടെന്ന് കരുതാറുള്ളൂ. പക്ഷേ ശരിക്കും വായിനും മൂക്കിനും മാത്രമല്ല അത് പ്രശ്നം ഉണ്ടാകുന്നത്, അത് നമ്മുടെ ശരീരത്തെ മൊത്തത്തിൽ ബാധിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഹെഡ് പോസ്ചർ, തലയുടെ പോസ്ചർ മുന്നോട്ട് വരും, നെക്കിന് സ്ട്രെയിൻ ഉണ്ടാക്കും, ഷോൾഡർ കൂനിയ പോലെ വരും. പിന്നെ മൊത്തത്തിൽ ആ പെൽവിക്കിൻ്റെ ഏരിയ വരെ എഫക്റ്റ് ചെയ്യും. അതായത് തണ്ടലിൻ്റെ കീഴ്ഭാഗത്തുള്ള ഏരിയ വരെ എഫക്റ്റ് ചെയ്യും. അതായത് മൊത്തത്തിലൊരു പോസ്ചറൽ ഇൻബാലൻസ് സംഭവിക്കും. ബോഡിയുടെ ഒരു പോസ്ചർ തന്നെ മാറിപ്പോവും. പിന്നെ സംഭവിക്കുന്നത് വെച്ചാൽ സ്പീച്ചിലും വോയിസിലും മാറ്റങ്ങൾ സംഭവിക്കും. സ്പീച്ച് ക്ലാരിറ്റി കുറയ്ക്കും, വോയിസ് ടോണ് ക്ലിയർ അല്ലാതാവും, പിന്നെ നല്ലപോലെ പ്രൊനൗൺസ് ചെയ്യാൻ പറ്റാതാവും. ഇതും കുട്ടികളിലാണ് കൂടുതൽ കാണുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇത് ജസ്റ്റ് ഒരു ഹാബിറ്റ് മാത്രമല്ല, ഇതൊരു ഫങ്ഷണൽ ബ്രീത്തിങ് ഡിസോർഡർ ആണ്. ദാറ്റ് ക്യാൻ അഫക്റ്റ് യുവർ സ്ലീപ്പ്, ഫേസ്, ടീത്ത്, പോസ്ചർ ആൻഡ് ഈവൻ യുവർ ബ്രെയിൻ പെർഫോമൻസ്. അത് നിങ്ങളുടെ ഉറക്കത്തെയും നിങ്ങളുടെ മുഖത്തെയും നിങ്ങളുടെ പല്ലിനെയും നിങ്ങളുടെ പോസ്ചറിനെയും നിങ്ങളുടെ തലച്ചോറിനെയും വരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് വായ തുറന്ന് ഉറങ്ങുന്നത്. കുട്ടികൾ വായ തുറന്ന് ഉറങ്ങുന്നത് കാണുവാണെങ്കിൽ അത് നിങ്ങൾ ഡെൻറ്റിസ്റ്റിനെയോ അല്ലെങ്കിൽ ENT സ്പെഷ്യലിസ്റ്റിനെയോ നിങ്ങൾ കാണിച്ച് അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.